ലെൻസ്മാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈൻസ് ജോയിൻ ചെയ്ത് ആംഗിൾസ് ഫോം ചെയ്യുമോ? അങ്ങനെ ഫോം ചെയ്യുന്ന ആംഗിൾസിന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആണോ? ഇതുപോലത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് 4 ടോപ്പിക്സ് ആണുള്ളത്. ജോയിനിങ് ആംഗിൾസ് ഓൺ ബോത്ത് സൈഡ്സ്, ആംഗിൾ കാൽക്കുലേഷൻ, കട്ടിംഗ് അക്രോസ്. സോ നമ്മളിത് 2 വീഡിയോസിലായിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വീഡിയോസിലെ ജോയിനിങ് ആംഗിൾസും ഓൺ ബോത്ത് സൈഡ്സും ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. സോ നമുക്ക് ജോയിനിങ് ആംഗിൾസ് തുടങ്ങാം. ജോയിനിങ് ആംഗിൾസ് അല്ലേ? സോ എങ്ങനെയാണ് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നത്? ലൈൻസ് ജോയിൻ ചെയ്ത് ആംഗിൾസ് ഫോം ചെയ്യുന്നു. സോ ഇവിടെ നോക്കി, എ ബി എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ലൈൻ ആണ് അല്ലേ? സോ എ ബി എന്ന് പറഞ്ഞ ഒരു സിംഗിൾ ലൈനിൽ നിന്ന് എ എന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ സി എന്നൊരു ലൈന് വരയ്ക്കണം. സോ സി എന്നൊരു ലൈൻ വരച്ചപ്പോൾ ഇവിടെ എ സി എന്നൊരു ലൈൻ ഉണ്ട്. ഈ എ സി എന്നുള്ള ലൈനും എ ബി എന്നുള്ള ലൈനിൻ്റെയും ഇടയിൽ ഫോം ചെയ്ത ആംഗിളാണ് ഇത് അല്ലേ? ഇവിടെ 30 ഡിഗ്രിന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ആ ആംഗിളാണ്. ഇനി അതേപോലെ എ എന്നുള്ള പോയിന്റിൽ നിന്ന് വേറൊരു ലൈനും കൂടി നമ്മൾ വരച്ച് ചേർക്കുകയാണ്, അതാണ് ഡി. ഓക്കെ, സോ ഈ എ ഡി എന്ന ലൈനിനും എ സി എന്ന ലൈനിനും ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 45 ഡിഗ്രി. ഓക്കെ, സോ ആംഗിൾ നമ്മൾ ഡിഗ്രിയിലാണ് പറയുക. സോ ഇത് 45 ഡിഗ്രി. സോ ലൈൻസ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഫോം ചെയ്യും? ആംഗിൾസ് ഫോം ചെയ്യും. ഇനി ഈ ആംഗിൾസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ അറിയേണ്ട കാര്യം ആംഗിൾസ് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് അല്ലേ? സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 30 ഡിഗ്രി എന്ന് പറഞ്ഞ ഈ ആംഗിള് നമുക്ക് ആംഗിൾ എ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, തെറ്റാണ്. ആംഗിൾ എ അല്ല അല്ലേ, ഇത് സി എ ബി. ദാറ്റ് മീൻസ് എ സി എന്ന ലൈനിനും എ ബി എന്ന ലൈനിലും ഉണ്ടായ ആംഗിൾ ആണ് ഈ 30 ഡിഗ്രി. സോ ഈ ആംഗിൾ റെപ്രസെന്റ് ചെയ്യുക ആംഗിൾ സി എ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ആംഗിൾ ബി എ സി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഈ രണ്ടിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? എ ആണ് സെന്ററിൽ വന്നിട്ടുള്ളത് അല്ലേ? സോ ഈ ആംഗിൾ എയിൽ നിന്ന് എയിൽ ഫോം ചെയ്ത ആംഗിൾ ആയത് കാരണം അതിന്റെ മിഡിൽ എപ്പോഴും ആ ലെറ്റർ ആവും വരിക. ഓക്കെ, സോ ഇവിടെ വന്നിരിക്കുന്നത് എന്താ? ആംഗിൾ സി എ ബി. അപ്പോഴും എയിലേക്കാണ് ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നത്. ആംഗിൾ ബി എ സി അപ്പോഴും ആംഗിൾ എവിടെ ഫോം ചെയ്തിരിക്കുന്നത്? എയിലേക്കാണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ എപ്പോഴും സെന്ററിലുള്ളത് ഈ ലെറ്റർ ആയിരിക്കണം. ആംഗിൾ എവിടെയാണോ ഫോം ചെയ്തിരിക്കുന്നത് ആ ലെറ്റർ ആയിരിക്കണം നമ്മൾ സെന്ററിൽ എഴുതാം. ഓക്കെ, സോ ഇവിടെ ആംഗിൾ സി എ ബി ഓർ ബി എ സി എന്ന് പറഞ്ഞ എത്ര വാല്യൂ? 30 ഡിഗ്രി ആണ് അല്ലേ? 30 ഡിഗ്രി. ഇനി ഇവിടെ വേറൊരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി എ സി. ആംഗിൾ ഡി എ സി ഓർ ഡി എ സി എന്ന് എഴുതാം, അല്ലെങ്കിൽ സി എ ഡി എന്ന് എഴുതാം അല്ലേ? ഓർ ആംഗിൾ സി എ ഡി. ഇതിന്റെ വാല്യൂ എത്രയാണ്? 45. ഓക്കെ, സോ ഈ ആംഗിൾ 45, ഈ ആംഗിൾ 30. സോ ഇപ്പൊ ആംഗിൾസ് എങ്ങനെ എഴുതാന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിൽ വേറൊരു ആംഗിളും കൂടി ഉണ്ട് അല്ലേ? എയിൽ ഫോം ചെയ്യുന്ന വേറൊരു ആംഗിളും കൂടി ഉണ്ട്. അതേതാ? ആംഗിൾ ഡി എ ബി. എ ബി എന്ന ലൈനും എ ഡി എന്ന ലൈനും കൂടി ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ഡി എ ബി അല്ലെങ്കിൽ ബി എ ഡി. സോ ആംഗിൾ ഡി എ ബി ഓർ ആംഗിൾ ബി എ ഡി. സോ ഇതിന്റെ വാല്യൂ എത്രയാണ്? ഇത് 30 ആണ്, ഇത് 45 ആണ് അല്ലേ? സോ ഇത് രണ്ടിന്റെയും കൂടി സം ആണ് ആംഗിൾ ഡി എ ബി ഓർ ആംഗിൾ ബി എ ഡി എന്ന് പറഞ്ഞാൽ. സോ 45 പ്ലസ് 30 അല്ലേ? ദാറ്റ് മീൻസ് ഈ ഡി എ സിന്റെയും സി എ ബിന്റെയും സം ആണ് ഈ ആംഗിൾ അല്ലേ? ഇത് സം ആണ്. സോ 30 പ്ലസ് 45. 30 പ്ലസ് 45.
So answer is 5, 7. That is 75 degree. Answer എത്രയാണ്? 75 degree ആണ്. So the largest angle DAB is the sum of the angle CAB and DAC. മനസ്സിലാവുണ്ടോ? ഈ വലിയ ആംഗിൾ DAB എന്ന് പറഞ്ഞത് ഈ ചെറിയ ആംഗിൾസ് ആയ CABന്റെയും DACന്റെയും സമ്മാണ്. So 30 plus 45, the answer is 75 degree. Okay. ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. സോ അതിൽ കുറച്ച് പ്രോബ്ലംസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒരു ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. ABCD അല്ലേ? ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 40 ഡിഗ്രിയാണ്. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ DAB കാൽക്കുലേറ്റ് ചെയ്യണം. ആംഗിൾ DAB എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? DAB എന്ന് പറഞ്ഞത് ഈ ലാർജസ്റ്റ് ആംഗിൾ ആണ് അല്ലേ? സോ DAB കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ രണ്ട് ആംഗിൾസ് കൂടി പ്ലസ് ചെയ്താൽ മതി അല്ലേ? സോ ആംഗിൾ DAB എന്ന് പറഞ്ഞത് ആംഗിൾ CAB പ്ലസ് ആംഗിൾ DAC അല്ലേ? ഈ രണ്ട് ആംഗിൾസിന്റെ കൂട്ട് സമ്മാണ് ഈ ആംഗിൾ DAB. സോ ആംഗിൾ CAB പ്ലസ് ആംഗിൾ DAC. ഓക്കെ. സോ ഇതിന്റെ വാല്യൂ തന്നിട്ട് ഒന്ന് 60 ആണ്, പിന്നെ ഒന്ന് 40 ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് 60 പ്ലസ് 40. 60 പ്ലസ് 40 എത്രയാ? 100. സോ 100 ഡിഗ്രി. ഈ ലാർജസ്റ്റ് ആംഗിൾ DAB എത്രയാണ്? 100 ഡിഗ്രിയാണ് അല്ലേ? DAB എന്ന് പറയാം, അല്ലെങ്കിൽ BAD എന്നും പറയാം. ഓക്കെ. സോ ആൻസർ ഈസ് 100. പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, നോക്കുക. ABC ആണ് കേട്ടോ. ABCD. ഓക്കെ. സോ ഇവിടെ തന്നിരിക്കുന്നത് ആംഗിൾ DAC 50 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 80 ഡിഗ്രി എന്ന് പറഞ്ഞത് ആംഗിൾ DAB, ആ ലാർജസ്റ്റ് ആംഗിൾ തന്നിരിക്കുന്ന വലിയ ആംഗിൾ ആണ് 80 ഡിഗ്രി അല്ലേ? നമ്മൾ മുന്നേ ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസിലും ചെറിയ രണ്ട് ആംഗിൾസ് തന്നിട്ട് വലിയ ആംഗിൾ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇവിടെ ഒരു വലിയൊരു ആംഗിൾ തന്നിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ആംഗിൾ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാ? ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സോ കാര്യം വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിക്കുക. ആംഗിൾ CAB, ആംഗിൾ CAB അല്ലേ? ഇനി BAC എന്ന് പറയാം. ഈ ആംഗിൾ CAB ആണത്. ഈ ആംഗിൾ CAB കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വലിയ ആംഗിൾ DABയിൽ നിന്ന് ഈ ചെറിയ ആംഗിൾ DAC മൈനസ് ചെയ്യണം അല്ലേ? സോ ആംഗിൾ CAB is equal to ആംഗിൾ DAB മൈനസ് ആംഗിൾ DAC. ആംഗിൾ DAC. ഓക്കെ. CAB എന്ന് പറയുന്ന ഈ ചെറിയ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ആംഗിൾ DAB ഈ വലിയ ആംഗിളിൽ നിന്ന് ഈ തന്നിരിക്കുന്ന ഈ ചെറിയ ആംഗിൾ മൈനസ് ചെയ്യണം അല്ലേ? ടോട്ടലാണ് 80. ടോട്ടൽ 80 ആണെങ്കിൽ ഒന്ന് 50 ആണ്. അപ്പോൾ ബാക്കി എന്താ ചെയ്യുക? 80 മൈനസ് 50 അല്ലേ? ഇപ്പം നമ്മുടെ കയ്യിൽ 10 ചോക്ലേറ്റ് ഉണ്ട്, അതിൽ 6 എണ്ണം നമ്മൾ ഒരാൾക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ എത്ര ഉണ്ട്? 10 മൈനസ് 6 4 അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ടോട്ടൽ 80 ആണ്, അതിൽ ഒരു ഭാഗം 50 ആണെങ്കിൽ ബാക്കി എത്രയായിരിക്കും? ഈ 80 മൈനസ് 50. സോ ദാറ്റ് 80 മൈനസ് 50. So the answer is 30 degree. Answer എത്രയാണ്? 30 degree. Okay. So ഇതിന്റെ ആൻസർ 30 degree. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇതേപോലെ സെയിം ടൈപ്പ് പ്രോബ്ലം തന്നെയാണ് കേട്ടോ. ഇവിടെയും ആംഗിൾ DAB, ആ വലിയ ആംഗിളിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 120 ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആംഗിൾ CAB എത്രയാ? 45 ആണ്. ആംഗിൾ CAB 45 ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. ദാറ്റ് മീൻസ് DAC കണ്ടുപിടിക്കണം. ഓക്കെ. ഇവിടെ അതേപോലെ എന്താ ചെയ്യാം? ഇത് കണ്ടുപിടിക്കാൻ ഈ 120യിൽ നിന്ന് 45 മൈനസ് ചെയ്യാം അല്ലേ? ദാറ്റ് ഈസ് 120 മൈനസ് 45. ഇത് വലിയ ആംഗിൾ ആണ്, അതിൽ നിന്ന് ഈ ഭാഗം മൈനസ് ചെയ്യുമ്പോഴേ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടുള്ളൂ. ഇത് മൊത്തം 120 ആണ്, അതിൽ നിന്ന് ഈ ഭാഗം മൈനസ് ചെയ്യാം. ദാറ്റ് ഈസ് 120 മൈനസ് 45. 120 minus 45 എത്രയാണ്? So 5, that is 7. That is 75 degree. So ഇത് എത്രയാണ്?
ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ ആംഗിൾ 75 ഡിഗ്രി ആയിരിക്കും. സോ രണ്ട് കുഞ്ഞു കുഞ്ഞു ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ ആ വലിയ ആംഗിൾ കണ്ടുപിടിക്കാൻ അത് തമ്മിൽ ആഡ് ചെയ്യുക. ഒരു വലിയ ആംഗിളും ഒരു ചെറിയ ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്താൽ വേറെ ചെറിയ ആംഗിളിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് ജോയിനിങ് ആംഗിൾസ് എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആംഗിൾസ് കണ്ടുപിടിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൂടി ഈ മെത്തേഡിൽ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഇത് സെയിം ടൈപ്പ് പ്രോബ്ലംസ് ആണ്. അതിന് 2 ടൈപ്പ് പ്രോബ്ലംസിൽ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങളതിന് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് എടുക്കാം. ഓൺ ബോത്ത് സൈഡ്സ് അല്ലേ. സോ ഈ ഓൺ ബോത്ത് സൈഡ്സിൽ പറയുന്നത്, ഇവിടെ ഞാനൊരു ഇത് വരച്ചിട്ടുണ്ട്, എ ബി എന്നൊരു ലൈൻ വരച്ചിട്ടുണ്ട്. എ ബി എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്. അത് തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 50 ഡിഗ്രിയാന്ന് പറഞ്ഞു അല്ലേ. ആ ആംഗിൾ നമുക്ക് ഡി എ ബി എന്നും പറയാം, ബി എ ഡി എന്നും പറയാം. സോ ഫോം ചെയ്യുന്ന ആംഗിൾ 50 ഡിഗ്രിയാണ്. ഇനി ഈ ലൈനിന്, ഈ എ ബി എന്ന ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. ഈ ലൈനിന് നമ്മൾ പേര് കൊടുത്തു, സി എന്ന് കൊടുത്തു. ഓക്കെ, സോ എ സി എന്ന് പറഞ്ഞത് പെർപെൻഡിക്കുലർ ആണ് അല്ലേ. എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് എ സി. അങ്ങനെയാണെങ്കിൽ ഈ ലൈന് ഇതിന് കറക്റ്റായിട്ട് ഇങ്ങനെ നേരെ വന്ന് മുട്ടാണ്, പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ 90 ഡിഗ്രിന് പെർപെൻഡിക്കുലറിന് റെപ്രസെന്റ് ചെയ്യാൻ എന്തൊരു സ്ക്വയർ യൂസ് ചെയ്യും. സോ നമ്മൾ മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ പോലെ തന്നെയാണതും. കാരണം ഇതിന് വലിയ ആംഗിൾ തന്നിട്ടുണ്ട് 90 ഡിഗ്രി നമുക്ക് മനസ്സിലായി. കാരണം ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ വന്ന് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് റൈറ്റ് ആംഗിൾ ആണ്. ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ. സോ ഇതിൽ ഈ ആംഗിൾ സി എ ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയണം. സോ ആംഗിൾ സി എ ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ, ദാറ്റ് മീൻസ് ഇതാണ് സി എ ഡി അല്ലേ. സോ ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ വലിയ ആംഗിളിൽ നിന്ന് ഈ ചെറിയ ആംഗിൾ ഒന്ന് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് angle CAB minus angle DAB. Okay, so angle CAB എന്ന് പറഞ്ഞാൽ എത്ര? 90 ആണ്. 90 മൈനസ് ഈ DAB എന്ന് പറഞ്ഞ ആംഗിൾ 50 ആണ് അല്ലേ. സോ 90 മൈനസ് 50, the answer is 40 ഡിഗ്രി. സോ ഈ ആംഗിൾ CAD എന്ന് പറഞ്ഞ ഈ ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രിയാണ്. ഓക്കെ, സോ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇത് മൈനസ് ചെയ്താൽ മതി അല്ലേ. ഇനി ഓൺ ബോത്ത് സൈഡ്സ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു ലൈൻ പറഞ്ഞു, എ ബി എന്ന് പറഞ്ഞു അല്ലേ. ഈ എ ബി എന്ന് പറഞ്ഞ ലൈന് ഞാൻ ലെഫ്റ്റിലേക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ എന്നൊരു പോയിന്റ് കൊടുത്തു. ഓക്കെ, സോ ഇപ്പോൾ ഇത് ലൈൻ എ ഇ ആയി അല്ലേ. ഈ ലൈൻ എയിന് പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന് ടച്ച് ചെയ്യുന്ന ലൈനല്ലേ ഈ സി എ എന്ന് പറഞ്ഞത് അല്ലേ. എ എന്ന് പറഞ്ഞ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നതാണ് സി എ. സോ ഇവിടെയും ഫോം ചെയ്യുന്ന ആംഗിൾ എത്ര തന്നെയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ. 90 ഡിഗ്രിയാണ് അല്ലേ. സോ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ വന്ന് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ റൈറ്റ് ആംഗിൾ ആണ്, 90 ഡിഗ്രിയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. സോ ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. സോ ടോട്ടലി ഇപ്പം എത്രയായി? 180 ഡിഗ്രിയായി അല്ലേ. സോ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഡി എന്നുള്ള ലൈൻ ഞാനൊന്ന് മായ്ക്കാം കേട്ടോ. ഡി എന്നുള്ള ലൈൻ ഞാൻ മായ്ച്ചു. 90, ഇത് ലൈൻ 90 അല്ലേ. സോ ഈ ഒരു ലൈന് നമുക്ക് ഈ ലൈൻ ടോട്ടലി കൺസിഡർ ചെയ്യാം. ഈ ബി എന്ന് പറഞ്ഞ ഒരു ലൈൻ, ഈ ബി എന്ന് പറഞ്ഞ ഒരു ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈന് വന്ന് അതിനെ കട്ട് ചെയ്യണം. അതിന് ക്രോസ് ആയിട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരികയാണ്. ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വന്ന സമയത്ത് ഇതിന്റെ 2 സൈഡും ഫോം ചെയ്യുന്ന ആംഗിൾസ് 90 ആയിരിക്കും അല്ലേ. സോ ടോട്ടൽ എത്രയാണ്? 90 പ്ലസ് 90, 90 പ്ലസ് 90 180, 90 പ്ലസ് 90 180. സോ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ലൈനിന് അതിൽ നിന്നും എത്ര ആംഗിൾസ് ഫോം ചെയ്താലും ഈ എല്ലാ ആംഗിൾസിൻ്റെയും കൂടി ഉണ്ടാകുന്ന ഈ സമ്മ് എത്രയായിരിക്കും? 180 ആയിരിക്കും. ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഒരു ലൈന് വരയ്ക്കണേ. അപ്പോൾ എ ബി എന്ന് പറഞ്ഞൊരു ലൈന് വരച്ചു. ഇവിടേക്കൊരു സി എന്ന് പറഞ്ഞൊരു ലൈന് വന്നു.
ഇനി ഇവിടെ നിന്ന് ഒരു ഡി എന്ന് പറഞ്ഞൊരു ലൈൻ വന്നെന്ന് വിചാരിക്കാം. സോ ഈ ലൈനിൽ നിന്ന് ഫോം ചെയ്യുന്ന എല്ലാ ആംഗിൾസിൻ്റെയും കൂടിയിട്ടുള്ള ഈ സമ്മ് ഒരു സെമി സർക്കിൾ ആണ് കേട്ടോ, സർക്കിൾ അല്ല സെമി സർക്കിൾ. എല്ലാ ആംഗിൾസിൻ്റെയും കൂടിയിട്ടുള്ള ഈ സമ്മ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ ആംഗിൾ നമുക്കൊരു ഇ കൊടുക്കാം. ഈ ആംഗിൾ സി ഇ ബി, അതുപോലെ ആംഗിൾ സി ഇ ഡി, ആംഗിൾ ഡി ഇ ബി. ഈ 3 ആംഗിൾസും 1, 2, 3 ഈ 3 ആംഗിൾസിൻ്റെയും കൂട്ടുള്ള സമ്മ് എത്രയായിരിക്കും? ഈ 1 + 2 + 3 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലീനിയർ പെയർ എന്ന് പറയുന്നത്. ലീനിയർ പെയർ. സോ ഇങ്ങനെ 180 ആവുന്നതിന് നമ്മൾ ലീനിയർ പെയർ എന്ന് പറയും. ദാറ്റ് മീൻസ് ഈ ആംഗിൾ സി ഇ ബിയും ആംഗിൾ ഡി ഇ സിയും ആംഗിൾ ഡി ഇ എയും ഇതൊക്കെ എന്താണ്? ലീനിയർ പെയേഴ്സ് ആണ് അല്ലേ? ദാറ്റ് മീൻസ് അതിന്റെ സമ്മ് എത്രയായിരിക്കും? 180 ആയിരിക്കും. എക്സസൈസിലുള്ള 2 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്, 2 ഫിഗേഴ്സ് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കാം. എ ബി എന്ന് പറഞ്ഞ ഒരു ലൈൻ ഉണ്ട്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരച്ച ലൈനാണ് ഇ സി. ഓക്കെ, എ ബി എന്ന് പറഞ്ഞ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരച്ചതാണ് ഇ സി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ആംഗിൾ ഡി ക്വസ്റ്റ്യനിൽ അവർ പറയണം കേട്ടോ, അത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് 90 ഡിഗ്രി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ ആംഗിൾ എത്രയാക്കി എടുക്കണം? 180 ആക്കി എടുക്കണം. ഇനി ആംഗിൾ ഡി സി എ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ ഡി സി എ. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഈ 2 ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ 90 ആണ് അല്ലേ? ഈ 2 ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ 90 ആണ്. അതിൽ ഈ ഒരു ആംഗിൾ മാത്രം 60 ആണ്. സോ അതിൽ നിന്ന് നമുക്ക് ഈ ആംഗിൾ ഇ സി ഡി കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? ആംഗിൾ ഇ സി ഡി, ദാറ്റ് മീൻസ് ഈ ആംഗിൾ കേട്ടോ, ഈ ആംഗിൾ ഇ സി ഡി കാൽക്കുലേറ്റ് ചെയ്യാം. ആംഗിൾ ഇ സി ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ ആംഗിൾ ഇ സി ഡിയിൽ നിന്ന് ഈ ആംഗിൾ ഡി സി ബി മൈനസ് ചെയ്തത് അല്ലേ? ദാറ്റ് മീൻസ് 90 - 60. സോ ദ ആൻസർ ഈസ് 30. സോ ഈ ചെറിയ ആംഗിൾ എത്രയാണ്? ഈ ഇ ഡി എന്ന് പറഞ്ഞ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ് കിട്ടി. ഓക്കെ, ഇത് 30 ആണ്. ഇത് പെർപെൻഡിക്കുലർ ആയത് കാരണം തന്നെ ഈ ആംഗിൾ എ സി ഇ എന്ന് പറഞ്ഞ ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ ടോട്ടൽ ആയിട്ട് ഈ ഡി സി എ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ വലിയൊരു ആംഗിളും ഈ ഒരു ആംഗിളും, സോ ഇത് 90 ആണെന്ന് നമുക്കറിയാം. സോ ആംഗിൾ ഡി സി എ ഇസ് ഈക്വൽ ടു, ഇത് മൊത്തം എത്രയാണ്? ഇത് 90 ആണ്, ഇത് 30 ആണ് അല്ലേ? സോ 90 + 30. സോ ദ ആൻസർ ഈസ് 120 ഡിഗ്രി. ഈ ആംഗിൾ ഡി സി എ എന്ന് പറഞ്ഞത് എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രിയാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിവിടെ നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി അവർ തിരിച്ചും മറിച്ചും എങ്ങനെ തന്നാലും ഒരു ലൈനിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ ആംഗിൾസിൻ്റെയും കൂട്ടുള്ള ആ സം, ദാറ്റ് മീൻസ് ഈ സെമി സർക്കിൾ ഫോമിലുള്ള ഈ സം എത്ര തന്നെയായിരിക്കും? 180 ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലേ? ലീനിയർ പെയേഴ്സ് ആണെന്ന് പറഞ്ഞു, 180 ആയിരിക്കും. സോ ഈ ആംഗിൾ 40 ആണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്? ആംഗിൾ എ ബി ഡി, ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെ വരച്ചാലും ഇത് മൊത്തം എത്രയാണ്? 180 ആണ് അല്ലേ? ലീനിയർ പെയേഴ്സ് ആണ്, 180 ആണ്. സോ ഇത് മൊത്തം 180 ആണെങ്കിൽ ഇത് 40 ആണ്. സോ ഇത് എത്രയാണ്? 180 - 40. -40. The answer is 140 ഡിഗ്രി. സോ ആംഗിൾ എ ബി ഡി എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ്? 140 ഡിഗ്രി ആയിരിക്കും. സോ ഇതാണ് ആംഗിൾസ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, സോ ഒരു ലൈനിന്റെ 2 സൈഡിൽ ലെഫ്റ്റിലും റൈറ്റിലും ആംഗിൾസ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഇനി ബാക്കിയുള്ള 2 ടോപ്പിക്സ് നമുക്ക് പുതിയ വീഡിയോയിൽ. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.